ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നേ പാലക്കാട്ടുകാരൻ്റെ സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നല്ല അടിപൊളി നല്ല ചൊടിയോട് കൂടിയുള്ള കറി, അത് നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ സ്പെഷ്യൽ പുളിയവര കറി. അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ 1 കപ്പ് പുളിയവര എടുത്തിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനൊന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇതുണ്ടല്ലോ പുളിയവര, അത് നന്നായിട്ട് എല്ലാം മൂത്ത് ടേട്ടേന്ന് സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കിതിലേക്ക് ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വെന്തൊക്കെ വരട്ടെ, അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കിതാ ഒരു വലിയ നാരങ്ങൻ്റെ വലിപ്പത്തിലൊരു പുളി എടുത്തിട്ടുണ്ട്, അത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് മുമ്പ് തന്നെ കറി വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ വെക്കാം. പിന്നെ വേണ്ടത് ഒരു 10-15 ചെറിയ ഉള്ളി, അതേപോലെ തന്നെ പച്ചമുളക് ഒരു 4 എണ്ണം, വെളുത്തുള്ളി ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വയ്ക്കാം. അതിലേക്ക് ഈ ഉള്ളിയും ഇതെല്ലാം അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ, അതേപോലെ തന്നെ വഴുതന ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല നാടൻ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് വെച്ചാണ്ടല്ലോ അടിപൊളി കറിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് ഇതേപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കത്തിരിക്കായ, പിന്നെ അപ്പോഴേക്കും നമ്മുടെ പുളിയവർ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റി ഇതേപോലെ ഒന്ന് എടുക്കണം കേട്ടോ. അതിൻ്റെ കട്ടിപ്പില്ലാതിരിക്കാനാണ് ആ വെള്ളം നമ്മൾ ഉപയോഗിക്കാത്തത്. ഇല്ല വെച്ചാൽ ഒരു കട്ടിപ്പായിട്ടൊരു ചൊയ വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കത്തിരിക്കായ, അതായത് വഴുതന ഇട്ട് കൊടുക്കാം. ഇതേപോലെ നന്നായി നിരടി ഇതിൻ്റെ പുളി വെള്ളം നന്നായി നിരടി ഒരു 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതേപോലെ ആക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പാലക്കാട്ടുകാർക്ക് ഇത് സ്പെഷ്യലാണ് കേട്ടോ. നങ്കുമീനും അതേപോലെ തന്നെ ഈ കറിയും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും നല്ല മഴക്കാലത്തൊക്കെ വെച്ചുണ്ടല്ലോ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും അതേപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യമുണ്ട്. 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരടപ്പൊക്കെ നമുക്ക് ഇതിലേക്ക് സെറ്റാക്കി വയ്ക്കാം. നമ്മുടെ കഷ്ണങ്ങളും എല്ലാം അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ മണമൊക്കെ ഏകദേശം ഇങ്ങോട്ട് എത്തുന്നുണ്ടേ. അപ്പോൾ അടിപൊളിയായി വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു. 2 ചെറിയ ഉള്ളിയും അതേപോലെ പെരിഞ്ചീരകവും ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കഷ്ണമൊക്കെ വെന്ത് വന്നതല്ലേ. ഇനിയിപ്പോൾ ഈ തേങ്ങാരപ്പും കൂടി ഇതിലങ്ങോട്ട് കൂട്ടി കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ. ഇതിലേക്ക് താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് താളിപ്പിലേക്ക് കടന്നാലോ. ഇതേപോലെ ഒരു 5-6 ചെറിയ ഉള്ളി. അപ്പോൾ നിങ്ങൾ ഉള്ളി എടുക്കുമ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക, വലിയ ഉള്ളി എടുക്കരുതേ. അപ്പോൾ ഒരു മധുരക്കിട്ടോ കറി. അപ്പോൾ അവിടെ നമ്മുടെ കറി നന്നായി അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് ആ ഉള്ളിനെ എണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ പ്രത്യേക മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 അല്ലി കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ കറിവേപ്പിലല്ല, അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.